ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇമോഷണൽ ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു വിഷമം നിങ്ങൾ നേരിടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അങ്ങനെ എന്തോ ഒരു നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യം സംഭവിച്ചു. അതിനുശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് വീണ്ടും ഈ ഒരു വ്യക്തിയിൽ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും ഇമോഷണൽ ലോസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തനിയെ മിണ്ടാതിരുന്നു കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നോട്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തിയിൽ ഒരിക്കലും ട്രസ്റ്റ് വയ്ക്കാൻ പാടില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയിൽ ട്രസ്റ്റ് വച്ചിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ട്രിഗർ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ആ ഒരു വിഷമം നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ട് എന്തോ കാര്യം തെറ്റായിട്ടാണ് നടക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ എന്നിട്ടും വിശ്വസിച്ചില്ല. നിങ്ങളുടെ അന്തരാത്മാവ് എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ വിശ്വസിച്ചില്ല. അതായത് ചില കാര്യങ്ങൾ നല്ലതായിട്ടല്ല പോകുന്നത് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളത് കേട്ടില്ല. അതായത് നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചില്ല. കാരണം നിങ്ങൾക്ക് നേരിട്ട് ആ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എന്തായാലും എൻ്റെ ഇൻറ്റ്യൂഷൻ എനിക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ഞാനത് വിശ്വസിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതായത് എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം മനസ്സിലായി. അതായത് യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 5 നമ്പറിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ടൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കും. ഈശ്വരൻ നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ആക്ഷൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തോന്നിപ്പിക്കും. ഇവിടെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് മിണ്ടാതിരുന്ന് എല്ലാ സഫറിങ്ങും അനുഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങളായിട്ട് മാനസികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ലഭിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്ര വിഷമത്തിലാണെങ്കിലും മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആ വിഷമം എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ എപ്പോഴും ദുഃഖത്തിൽ തന്നെ ഇരിക്കണം എന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രകൃതിയിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾ കാരണം ആർക്കും വിഷമം വരണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ബാക്കിയുള്ളവർ എന്താണോ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചോട്ടെ, നിങ്ങളുടെ കർമ്മം അത് നിങ്ങൾ നല്ലതായിട്ട് വച്ചാൽ മാത്രം മതി. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ മോശം സ്ഥിതികൾ വന്നാലും നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴാണോ സ്റ്റാൻഡ് എടുത്തത് അപ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റാക്കി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളോട് വൈരാഗ്യവും ദേഷ്യവും വയ്ക്കുന്നു അവർ. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ തെറ്റായ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ വളരെ തെറ്റായ വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ തെറ്റായിട്ടുള്ള വ്യക്തിയാകുന്നു. ഇവിടെ നിങ്ങൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തോ വലിയ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു, അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ഒരു തെറ്റ് ചെയ്ത ആളായി മാറുന്നു. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത്രമാത്രം ഓവർ തിങ്കിങ് ചെയ്ത് ഇത്രമാത്രം ഭാരം തലയിൽ വയ്ക്കരുത് എന്നാണ്. ആരെന്ത് ചിന്തിച്ചാലും ചിന്തിച്ചോട്ടെ, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്ന്.
ഇവിടെ നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ കള്ള വ്യക്തിയാണോ എന്ന് ഈശ്വരനറിയാം. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലും ആൾക്കാരുടെ മുന്നിലും ഉണ്ട്. പിന്നെ അവർ ചിന്തിക്കുന്ന രീതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ ഇങ്ങനെയാണ്, അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓരോന്ന് മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അവരുടെ വാ അടയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ലോസസ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ വേദന എന്തെന്ന് നിങ്ങൾക്കേ അറിയാവൂ. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ലോസസ് സംഭവിക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. അല്ലാതെ പുറമേ നിന്നുകൊണ്ട് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാവുമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ നല്ലതാണ്. അതായത് മിണ്ടാതിരുന്നുകൊണ്ട് ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഒത്തിരി സഹിച്ചിട്ടുള്ളവരാണ്. ഈ ഒരു റീഡിംഗ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്രമാത്രം സഹിച്ചവരാണ് നിങ്ങൾ. ചില സമയം തെറ്റായ സ്ഥലത്ത് പോലും നിങ്ങൾ മൗനം പാലിച്ചു. അതും നിങ്ങൾ ചെയ്ത തെറ്റാണ്. ഒരിക്കലും തെറ്റായ സ്ഥലത്ത് മൗനം പാലിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പറയുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആ ഒരു സമയം, അവിടെ നിങ്ങൾ സംസാരിക്കണം. മുന്നേ സ്ഥിതികൾ ഇങ്ങനെ സംഭവിച്ചു, അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തില്ല. ഇവിടെ പാസ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരം വെറുതെ കളഞ്ഞു. പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നേക്കാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള. ആ ഒരു അവസരം നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തപ്പോഴാണ് എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ തെറ്റുകാരായി മാറിയത്. ഇവിടെ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ കണ്ട് ഓടിപ്പോകുമോ അത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ പിറകെ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരേ ഒരു ഉദാഹരണം, നിങ്ങൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ പേടിച്ച് ഓടിപ്പോകരുത്. അതിനോട് പോരാടുക. എന്ത് പ്രശ്നമായാലും അതിനോട് പോരാടുക. നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ പിറകെ വന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നങ്ങളോട് പോരാടി അതിൽ നിന്ന് പുറത്ത് വരിക. നിങ്ങൾ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ അതിൻ്റെ കണ്ട് പേടിച്ച് ഓടി മാറാതെ അതിനെ പോരാടി അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലെ പെർഫെക്റ്റ് ഡിവൈൻ ടൈമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മുഖമുള്ള വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ സ്പോയിൽ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അവർ മുന്നിൽ നിങ്ങളോട് സ്നേഹത്തിൽ പെരുമാറും, ഉള്ളിൽ നിങ്ങളോട് നല്ല രീതിയിൽ ദേഷ്യം വച്ചിട്ടാണ് പെരുമാറുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ പ്ലാനിങ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മൂവ് ഓൺ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ അനുഭവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ ആ പ്രശ്നം ഇങ്ങനെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾക്കൊരു പേടിയാണ്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ മുന്നോട്ട് പോയിട്ട് കൂടുന്നതായിരിക്കാം. അതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതല്ലേ നല്ലത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ട്. പ്രോസ്പെരിറ്റി, അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ലത് സംഭവിക്കുന്നതാണ് എന്നാണ്. ഇവിടെ ഈ ലോകത്തിലുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ദൈവം നിങ്ങളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈൻ ടൈം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രത്തോളം നല്ലതായിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും പിറകിലോട്ട് നോക്കേണ്ട അവസ്ഥ വരത്തില്ല. പാസ്റ്റിൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് തോന്നുമാ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് ആ ഒരു സമയം. ഇവിടെ നിങ്ങളുടെ വാണിയുടെ പ്രഭാവം കൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് നല്ലതെന്തോ ആലോചിച്ച് വച്ചിട്ടുണ്ട് തരുവാനായിട്ട്.
ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇനി വളരെ പവർഫുൾ ആവുന്നതാണ്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കോട് പറയും നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ലോസസ് ആണോ നിങ്ങൾക്ക് സംഭവിച്ചത്, അതിങ്ങനെ വിചാരിക്കുക, അത് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ് ദൈവം അത് എന്നിൽ നിന്ന് എടുത്തത് എന്ന് മാത്രം വിചാരിച്ച് സമാധാനിക്കുക. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആക്ഷൻ എടുത്തു, നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടും ആൾക്കാർ പറയുന്നത് നിങ്ങൾ തെറ്റുകാരാണ് എന്ന്, നിങ്ങൾ സ്വാർത്ഥരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ് വലുത്, മറ്റുള്ളവരുടെ കാര്യമൊന്നും വലുതല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തവരാണ്, എന്നിട്ടും നിങ്ങൾ തെറ്റുകാരാണ്. ഇവിടെ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടി ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം, അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരാവുകയും വേണം. അതിനു വേണ്ടി സിറ്റുവേഷൻസ് ചില വ്യക്തികൾ ക്രിയേറ്റ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ സ്വാർത്ഥ താല്പര്യം പൂർണ്ണമാകുകയും ചെയ്യണം, ഓപ്പോസിറ്റുള്ള വ്യക്തി എല്ലാവരുടെ മുന്നിലും ആരോപിതരാവുകയും വേണം. അതിനു വേണ്ടി സിറ്റുവേഷൻസ് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. അതായത് ആൾക്കാർ നിങ്ങളെ നോക്കി പറയണം, ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കാണ് താല്പര്യം കൊടുത്തത് എന്ന് ആൾക്കാർ പറയണം. അതിന് വേണ്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ലോകം ഇത് കാണത്തില്ല, അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നു, അവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു, അതൊന്നും അവർ നോക്കത്തില്ല. അവരുടെ മുന്നിൽ സത്യമുണ്ടെങ്കിലും കള്ളമുണ്ടെങ്കിലും അവരുടെ മനസ്സിലെന്താണോ തോന്നുന്നത് അതായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ അറിയാമല്ലോ, നിങ്ങൾ നിങ്ങളുടെ നല്ല രീതിയിൽ കർത്തവ്യങ്ങൾ ചെയ്തവരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ. ഇവിടെ ഞാൻ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിഭിന്നമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ലോകത്തുള്ളവർ ഒരു സൈഡ്, നിങ്ങൾ ഒറ്റയ്ക്ക്, അങ്ങനെ അത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു വഴിയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ സാധാരണമായിട്ടൊരു വ്യക്തി ചൂസ് ചെയ്യുന്ന വഴിയിൽ കൂടെയല്ല നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു സാധാരണ ലൈഫല്ല, അസാധാരണമായിട്ടുള്ള ലൈഫാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അസാധാരണമായിട്ടുള്ള പല ടാസ്കും നിങ്ങളുടെ ലൈഫിൽ വന്നു, എന്നിട്ടും നിങ്ങൾ അതിനെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഈ ലോകത്തിലുള്ളവർ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും തകരാറിലാക്കരുത്. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും ബാലൻസിൽ വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ നല്ല ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾ നല്ലതായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കുള്ളതായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഹെൽത്ത്, ഇത് രണ്ടും ബാലൻസിൽ കൊണ്ടുപോവുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി എങ്ങനെയാണോ അതനുസരിച്ച് ഈ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പോകുന്നതാണ്. അതായത് നിങ്ങൾ ഈ പ്രശ്നം കണ്ട് പേടിച്ച് ആ ഒരു പ്രശ്നത്തിനോട് പോരാടാതെ ഇരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. മറിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ പ്രശ്നങ്ങൾ വന്ന വഴി പോകും. ഇവിടെ നിങ്ങൾ ഒത്തിരി ധൈര്യം വച്ചു, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടു, ബാലൻസ് കൊണ്ടുവന്നു. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് നേരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ കണ്ടു, എന്നിട്ടും നിങ്ങൾ പ്രതികരിക്കാതെ മിണ്ടാതിരുന്നു, എല്ലാം നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും നിങ്ങൾ എല്ലാം ബാലൻസിൽ കൊണ്ട് പോവാൻ ശ്രമിച്ചു. എല്ലാ കാര്യങ്ങളും ബാലൻസിൽ പോകണം, ഇല്ല എങ്കിൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു കൺട്രോള് പോവാതെ നിങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം കൺട്രോളിൽ വച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ചില ആൾക്കാർ ഇങ്ങനെയാണ്, നിങ്ങളുടെ നന്മ അവർക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബാലൻസ് തകർക്കാൻ ആര് ശ്രമിച്ചാലും ഒരു പരിവർത്തനം ഉറപ്പായിട്ടും ഈശ്വരൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ചില സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ മാറ്റാൻ വേണ്ടി സഹായിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആൾക്കാർ നിങ്ങളെ സോളിറ്റ്യൂഡായിട്ടുള്ള എനർജിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒറ്റപ്പെടുത്തുക, നിങ്ങളെ മാത്രം കോർണർ ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊക്കെ.
അതായത് നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സഹായം ചെയ്യുന്നത് ഇവർക്കിഷ്ടമില്ല. ഇവരായിട്ട് നിങ്ങളെ സഹായിക്കാനും വരത്തില്ല. അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണിവർ. അപ്പോൾ നിങ്ങളെ കോർണർ ചെയ്ത് സംസാരിക്കുക, നിങ്ങളെ ഒറ്റപ്പെടുത്തുക, നിങ്ങൾക്ക് ആരുടെയും സഹായം കിട്ടാതിരിക്കുക, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും, നിങ്ങൾ ശ്വാസം എടുത്താലും ഇല്ലെങ്കിലും, ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരിക്കലും ലൈഫിൽ ഉയരാൻ പാടില്ല. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്പോഴും നിങ്ങൾ താഴെ തന്നെ കിടക്കണം, ഉയർന്നു വരാൻ പാടില്ല. ഇവിടെ എന്തായാലും ദൈവം ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് വലിയൊരു ന്യായം തന്നെ നിങ്ങൾക്ക് നേരെ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഓടുന്നു, പക്ഷേ തിരിച്ച് അവർ നിങ്ങൾക്ക് മോശം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. അതെ, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന് എല്ലാം സഹിക്കുന്നില്ല, അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു സാഹചര്യം വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നതും എല്ലാം. ഇതിനെ ഇങ്ങനെ പിടിച്ചു വച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം ലഭിക്കത്തില്ല. കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈം സമയമാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈൻ ടൈം. ഈ ഒരു സമയം നിങ്ങൾ നല്ലതായിട്ട് കൊണ്ടുപോവേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ശാന്തിയുണ്ട്, പിറ്റേ ദിവസം ശാന്തി സമാധാനം ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു അശാന്തി കുറച്ച് കഴിയുമ്പോൾ സമാധാനമായിട്ടുള്ള ഒരു ശാന്തിയായി മാറുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണോ വിട്ടു പോകുന്നത് അത് വിട്ടു പോകാനുള്ള സമയമായതുകൊണ്ടാണ് വിട്ടു പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അല്ലാതെ അതിനെ പിടിച്ച് വച്ച് അയ്യോ പോവരുതേ എന്ന് അങ്ങനെ പറയണ്ട. അതിന് പോകാനുള്ള സമയമോ അത് പോകുന്നു. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം പൂർത്തിയാക്കി തരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്തോ ഒരു പ്രാർത്ഥന വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ക്രോയുടെ എനർജി നിങ്ങൾക്ക് ഉള്ളായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ 88 നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് കഴിഞ്ഞു എന്നാണ്. ഇവിടെ വളരെ കഷ്ടപ്പെട്ടാണ് ലൈഫിലെ പല സ്ഥിതികളും നിങ്ങൾ നേരെയാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ലൈഫ് വീണ്ടും നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ ചില ആൾക്കാരുടെ മോശം ബിഹേവിയർ, ചില ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത്. അവർ നിങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിൽ തള്ളിവിടുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ മോശം അവസ്ഥയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു രീതിയിലുമുള്ള ഒരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് എവിടെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകുന്നത് അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചില ആൾക്കാരുടെ ഭാവം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലതാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ നമ്മൾ ഒരു പ്രതീക്ഷയും വയ്ക്കരുത്. അവർ നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുമെന്ന് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ. അവർ എപ്പോഴും നിങ്ങളെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ അവസരം നിങ്ങളുടെ കയ്യിലാണ്, ഡിവൈൻ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ട എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ലൈഫിൽ മുന്നോട്ട് പോകുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് റീകവറി ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇവിടെ ഒരു ഡയറക്ഷൻ തന്നെ ചൂസ് ചെയ്ത് ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോയ അവസ്ഥയാണ് നിങ്ങളുടേതിപ്പോൾ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരേണ്ടതാണ്. ഇനി പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കാതെ പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നേരെ ആവുകയുള്ളൂ. ഇവിടെ ഈ റീഡിംഗ് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംശയദൃഷ്ടിയോടെ നോക്കുകയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഡയറക്ഷൻ ചൂസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു റീഡിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുമല്ലോ ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യണമെന്ന്, അങ്ങനെ നിങ്ങൾ തോന്നി ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക. എല്ലാവരെയും സംശയദൃഷ്ടിയോടെ കാണണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുമല്ലോ ആരാണ് നിങ്ങൾക്ക് മോശം ആഗ്രഹിക്കുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അങ്ങനെയുള്ളവരെ മാത്രമല്ല, എല്ലാവരെയും ഞാൻ കാണാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്. അത് നിങ്ങളുടെ കൂടെ തെറ്റ് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, എന്നിട്ടും നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുന്നു, കോംപ്രമൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളത്. ഇവിടെ ഇതൊരു റൈറ്റ് ടൈമാണ്. പതുക്കെ പതുക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുന്ന ആ ഒരു റൈറ്റ് ടൈമാണിത്. ഒരുമിച്ച് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്.
ഇവിടെ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സ് നിങ്ങളുടെ മേൽ ഒരു വ്യക്തി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അനുഭവിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല, പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രീ ആവും, ഉറപ്പായിട്ടും ആവുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള സമയത്ത്. അതായത് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും സ്ട്രെസ് അനുഭവിച്ച് വിഷമിച്ചിരിക്കണം. അതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാക്കുകയാണ് വ്യക്തി. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു കോംപ്രമൈസ് ചെയ്താൽ സ്ഥിതികൾ വീണ്ടും നേരെയാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അതായത് നിങ്ങൾക്കറിയാം ആൾക്കാർ തെറ്റായ ആൾക്കാരാണ് എന്ന്, എന്നിട്ടും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്ഥിതികൾ വീണ്ടും വഷളാവുകയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് തീരുമാനിക്കുക കോംപ്രമൈസ് ചെയ്യണോ വേണ്ടയോ എന്ന്. ഇവിടെ ഉറപ്പായിട്ടും ഒരു വ്യക്തിയുടെ കള്ളത്തനം നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇവയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പോയത് തെറ്റായി പോയി എന്ന്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന സമയം. അതിനു വേണ്ടിയായിരിക്കും ഈശ്വരൻ പറയുന്നത് കുറച്ചും കൂടെ ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ ഈശ്വരൻ പറയുന്നത് എവിടെയാണോ നിങ്ങൾക്ക് നോ പറയേണ്ടത് അവിടെ നിങ്ങൾ നോ പറയണമെന്നാണ്. എവിടെയാണോ നിങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റാക്കേണ്ടത് അവിടെ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റാക്കണമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും സ്ഥിതിയിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ലൈഫിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ റെഡിയായിട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ വേണ്ടി. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഹെൽത്തും നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന്. പക്ഷേ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് നിങ്ങൾ എല്ലാത്തിലും ബാലൻസ് കൊണ്ടുപോവുക. ഹെൽത്തിലായാലും കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് നഷ്ടമാകേണ്ട സമയം ആയി, അതുകൊണ്ടാണ് അത് നിങ്ങളിൽ നിന്ന് നഷ്ടമായത് എന്ന് വിചാരിച്ച് സമാധാനിക്കുക. ഇവിടെ ഈ ഒരു ജീവിതം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ദുഷ്ടരായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. പിന്നെ ഏതെങ്കിലും തെറ്റായ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയും ദൈവം പല ആൾക്കാരെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.